ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ്, അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കളറ് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 വലിയ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നൂറ് ഗ്രാം നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അല്പം പുളിയുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിനെ നമുക്ക് എല്ലാം കൂടെ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഇതിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 8 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 8 ബദാം പരിപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് ഇതിനെ അരച്ചെടുക്കണം. വെള്ളം അധികമായി പോവരുത്, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 2 സവോള നീളത്തിൽ അരിഞ്ഞത് എണ്ണയിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് നല്ല ക്രിസ്പി ആയിട്ടങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. സവാള വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ബേ ലീഫ് ചേർക്കാം. 1 പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഏലക്ക കൂടെ ചേർക്കാം. പിന്നെ അതിലേക്ക് അല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാനായിട്ടാണ് ഇതുപോലെ എണ്ണയിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്തെടുത്ത സവോളയും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ബദാം കാഷ്നട്ട് പേസ്റ്റും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അല്പം റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റും ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടപ്പ് കൊണ്ട് അടച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അതിൻ്റെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലേൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയൊക്കെ അരച്ചെടുത്ത വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പാർട്ടികളിൽ സ്റ്റാർ ആവാൻ ഈ ഒരൊറ്റ ചിക്കൻ കറി മാത്രം മതി. ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, ദോശ എല്ലാറ്റിൻ്റെ ഒപ്പം നല്ലൊരു സൈഡ് ഡിഷാണിത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്